ശ്രീ കോന്നി ഗോപകുമാർ, ഈ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അഭിമാന പോരാട്ടമാണ്. അതിനപ്പുറമുള്ള അഭിമാന പോരാട്ടമാണ് ആം ആദ്മി. കാരണം കഴിഞ്ഞ 2 തവണയും കാണാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. കാരണം ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഇനി നിലനിൽപ്പിൻ്റെ നാളുകളാണ് അവിടെ വരാൻ പോകുന്നത്. കാരണം അരവിന്ദ് കേജ്രിവാളിൻ്റെ ജയിൽവാസം മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിയുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭവന നിർമ്മാണത്തിന് 33.6 കോടി ചെലവഴിച്ചു എന്നുള്ളത്. അപ്പോൾ ആം ആദ്മിയുടെ നില അപകടത്തിലേക്ക് മാറുകയാണ്. സംശയിക്കേണ്ട കാര്യമില്ല, ആം ആദ്മിയുടെ നില അപകടത്തിലേക്ക് തന്നെ മാറുകയാണ്. കാരണം ഈ കേജ്രിവാൾ എന്ന് പറയുന്നത് ഒരു ശിക്കാരി ശംഭുവാണ്. ശിക്കാരി ശംഭുവിൻ്റെ കഥ വായിച്ചിട്ടുണ്ടല്ലോ മനോരമയിൽ. എങ്ങനെയും വെടിപൊട്ടി കടുവ ചത്ത് കഴിയുമ്പോൾ ശിക്കാരി ശംഭുവിനെ എല്ലാവരും പൊക്കിക്കൊണ്ട് നടത്തും. ഇത് ഈ അരവിന്ദ് കേജ്രിവാൾ വരാൻ വഴിയൊരുക്കിയത് അന്നാ ഹസാരെയാണ്. അന്നാ ഹസാരെ അഴിമതിക്കെതിരെ നടത്തിയ പോരാട്ടം, ആ പോരാട്ട വേദിയിലേക്ക് അരവിന്ദ് കേജ്രിവാൾ ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനൻ്റായിട്ട് മാറി അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. ഇദ്ദേഹത്തിന് അനുകൂലമായി, അന്നാ ഹസാരയ്ക്ക് അനുകൂലമായി വന്ന ജനവികാരത്തെ, അതായത് അഴിമതിക്കെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ജനവികാരത്തെ മുതലെടുത്തുകൊണ്ടാണ് അരവിന്ദ് കേജ്രിവാൾ വരുന്നത്. അദ്ദേഹം IRSകാരനാണ്, സമർത്ഥമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്, തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ്. അത് അദ്ദേഹം വളരെ ഫലപ്രദമായിട്ട് മുതലെടുത്ത് ദില്ലി രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം തോൽപ്പിച്ചത് ഷീലാ ദീക്ഷിതിനെയാണ്. ഷീലാ ദീക്ഷിത് നോക്കാൻ കാരണം ഡൽഹി കണ്ടുള്ള ഏറ്റവും കറപ്റ്റ് മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതായിരുന്നു. ഒരുപാട് മുഖ്യമന്ത്രിമാർ കറപ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കറപ്ഷനിൽ റെക്കോർഡ് സ്ഥാപിച്ച സ്ത്രീയാണ് ഷീലാ ദീക്ഷിത്. അവർ മരിച്ചുപോയി, അതുകൊണ്ട് കറപ്ഷൻ ഇല്ലാതാകുന്നില്ലല്ലോ. അവരെ തോൽപ്പിച്ചുകൊണ്ടാണ് അരവിന്ദ് കേജ്രിവാൾ വന്ന്, അതൊരു സ്വീപ്പിംഗ് വിക്ടറി ആയിരുന്നു. അരവിന്ദ് കേജ്രിവാൾ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തു. ഇത്തരം വെൽഫെയർ പൊളിറ്റിക്സിന് ഇന്ത്യയിലെ ഒരു പരിമിതിയുണ്ട്. ഡൽഹിയിലൊരു പരിധി വരെ പറ്റും. അതിൻ്റെ കാര്യം വെച്ചാൽ ഡൽഹിയിലെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള ടാക്സാണ്. അവിടെ പിന്നെ ഡൽഹി ഇന്ത്യൻ ക്യാപിറ്റലാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പിന്നെ കിട്ടുന്ന കാശൊക്കെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ പറഞ്ഞാൽ ജനത്തിന് കൊടുത്താൽ മതി. പക്ഷേ ചില കാര്യങ്ങൾ അരവിന്ദ് കേജ്രിവാൾ ചെയ്തില്ല നമുക്ക് ഒരിക്കലും പറയാനൊക്കത്തില്ല. ചേരികളുടെ പിന്നെ നവീകരണത്തിനായിട്ട് കുറച്ച് പണം അദ്ദേഹം മുടക്കിയിട്ടുണ്ട്. നന്നായിട്ട് ആശുപത്രികളിൽ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ ആശുപത്രികളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെൽഫെയർ പൊളിറ്റിക്സ് അനിവാര്യമാണ്. ഇല്ലാതെ ഇന്ത്യയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രൂവ് ചെയ്ത ആൾ അരവിന്ദ് കേജ്രിവാളാണ്. അപ്പോൾ സർക്കാരിന് കിട്ടുന്ന പണം വെൽഫെയറിനായിട്ട് ജനങ്ങളിലേക്കൂടെ തിരിച്ച് എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ അത്തരം ഒരു സർക്കാരിന് നിലനിൽപ്പില്ല എന്ന് തെളിയിച്ചത് അരവിന്ദ് കേജ്രിവാളാണ്. അപ്പോൾ അരവിന്ദ് കേജ്രിവാൾ വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ കഴിഞ്ഞ 2024 നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനിൽ സ്വീപ്പിംഗ് വിക്ടറിയല്ലേ BJP കിട്ടിയത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അരവിന്ദ് കേജ്രിവാളിൻ്റെ കാലഘട്ടം ഏതോ കഴിഞ്ഞു. അദ്ദേഹം അഴിമതി ആരോപണ വിധേയനായി ജയിലിലേക്ക് പോകേണ്ടി വന്നു. ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം, ഒരു മുഖ്യമന്ത്രി 33 കോടിയിലധികം 33.6 കോടി രൂപ മുടക്കി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇയാൾ ഷാജഹാൻ ചക്രവർത്തിയോ ഈ ആഗ്ര ഫോർട്ട് നിർമ്മിക്കാൻ? അപ്പം മനസ്സിലായിക്കണം. അപ്പോൾ ഈ ഒരു മനുഷ്യന് എന്തെല്ലാം ഗുണമുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് താമസിക്കാൻ ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കിയ ഒരാളുടെ വെൽഫെയർ സ്കീം ഒന്നും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാകില്ല. കുറച്ച് കാര്യങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജയിച്ചു വന്നാൽ 2500 രൂപ പിന്നെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇതറിഞ്ഞാൽ പറയും ഒരു വല്ല 25,000 രൂപ വെച്ച് കൊടുത്തേക്കാൻ പറയും. ജയിക്കത്തില്ലല്ലോ, എന്തും ഓഫർ ചെയ്യും രാഹുൽ ഗാന്ധി. ഇത്തരം ഓഫറൊന്നും ഇന്ത്യക്കാരൻ്റെ എടുക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പിന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ എന്തെല്ലാം ഓഫറാണ് കോൺഗ്രസ് വെച്ചത്, അതൊന്നും നടന്നില്ലല്ലോ. ഇപ്പോൾ ഈ അരവിന്ദ് കേജ്രിവാൾ നേരിടുന്ന ഒരു പ്രശ്നം, മറ്റ് പല സംസ്ഥാനങ്ങളിലും അരവിന്ദ് കേജ്രിവാൾ ആയതുകൊണ്ട് ദുർബലനായിരിക്കുന്നു. ഗോവയിൽ പോലും അവർക്ക് അത്യാവശ്യം സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്ന ഖാലിസ്ഥാൻവാദികളെ കൂട്ടുപിടിച്ചാണ്. രാജ്യദ്രോഹികളായ ഖാലിസ്ഥാൻവാദികളെ കൂട്ടുപിടിച്ച് ഒരു ഖാലിസ്ഥാൻവാദിയെ പിടിച്ചവിടുത്തെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുകയാണ്. ഇതിനൊക്കെ എത്ര ദിവസത്തെ ആയുസ് കാണുമെന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ കേജ്രിവാളിൻ്റെ ഒരു രാഷ്ട്രീയം, അത് വെൽഫെയർ പൊളിറ്റിക്സ് എന്നുള്ള നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും കേജ്രിവാളിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്, നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. പിൽക്കാലത്ത് പല ഗവൺമെൻറ്റുകളും വെൽഫെയർ പൊളിറ്റിക്സിലേക്ക് പോകാൻ, വളരെ പെട്ടെന്ന് പോകാനായിട്ട് പ്രേരണ നൽകിയത് കേജ്രിവാളാണെങ്കിലും ഇന്നത്തെ ഡൽഹി പൊളിറ്റിക്സ് നോക്കാമെങ്കിൽ കേജ്രിവാളിന് വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള പാത വളരെ കഠിനമാണ്. പക്ഷേ എങ്കിലും തീർത്തും ആം ആദ്മി പാർട്ടി വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും ദില്ലിയിലെ 0 സീറ്റ് കിട്ടാൻ സാധ്യത കോൺഗ്രസിനാണ്.
അപ്പം മത്സരം നടക്കുന്നത് ആം ആദ്മിയും ബി ജെ പിയും കൂടെ തമ്മിൽ. ആം ആദ്മിയും ബി ജെ പിയും കൂടെ തന്നെ കോൺഗ്രസിന് ആളില്ല. കഴിഞ്ഞ 2 തവണയായിട്ടും പിന്നെ സംപൂജ്യരായിട്ട് നിൽക്കുകയാണ്. ഇത് ഈ കേരളത്തിലെ കുറേ ആളുകളെല്ലാം കൂടെ രാഹുൽജി, പ്രിയങ്കാജി, ഇപ്പോൾ പ്രിയങ്കാജിക്ക് ഇങ്ക് കുറിക്കാനായിട്ട് ഇവിടുന്ന് 19 പേര് പോയിട്ടുണ്ട്. ഇങ്ക് കുറിക്കും പ്രിയങ്ക കുഞ്ഞിന് കൊടുക്കാനായിട്ട്. ഇത് ചുമ്മാ കേരളത്തിലല്ലേ ഓടുള്ളൂ. പ്രിയങ്ക അവരെ പിന്നെ യു പിയിൽ ഇറങ്ങിയാൽ ഒരു സീറ്റിലും മത്സരിച്ച് ജയിക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ജയിച്ചതിനൊക്കെ വേറെ കാര്യമുണ്ട്, അതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പിയെ ഫേസ് ചെയ്യാൻ കോൺഗ്രസിനല്ല പറ്റുന്നത്, മറിച്ച് ആം ആദ്മി പാർട്ടിക്കാണ്. കോൺഗ്രസ് ഡൽഹിയിൽ അപ്രസക്തമാവും എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ആം ആദ്മി പാർട്ടി കുറച്ച് കാലം കൂടെ ഒക്കെ പിടിച്ചു നിൽക്കും. പക്ഷേ കോൺഗ്രസ് അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കും. കാരണം കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ഏത് ഗ്രാമത്തിൽ ചെന്നാലും നമുക്കൊരു കോൺഗ്രസ്സുകാരനെ കാണാം. പിന്നെ ബോധപൂർവം ഈ നെഹ്റു ഫാമിലിയുടെ ക്ലച്ചസിൽ നിന്ന് കോൺഗ്രസിനെ മോചിപ്പിച്ച് നല്ലൊരു പ്രധാനമന്ത്രി വന്നാൽ, നല്ലൊരു നേതാവ് വന്നാൽ, പ്രധാനമന്ത്രി വേണം, നല്ലൊരു നേതാവ് വന്നാൽ കോൺഗ്രസിന് വലിയ സ്കോപ്പാണ് ഉള്ളത്. ഇപ്പം തന്നെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന ആളാണോ പിന്നെ നരസിംഹറാവു. നരസിംഹറാവു ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. തകർന്നുപോയ രാജ്യത്തിന് പുതുജീവൻ കൊടുത്തത് നരസിംഹറാവുവാണ്. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ധനകാര്യ വിദഗ്ധനെ കൊണ്ടുവന്ന് ധനമന്ത്രിയാക്കിയത് അദ്ദേഹമാണ്, നരസിംഹറാവുവാണ്. ആ നരസിംഹറാവുവിൻ്റെ മൃതശരീരം അവിടെ വയ്ക്കാൻ സോണിയാഗാന്ധി സമ്മതിച്ചില്ല. നേരെ ആന്ധ്രയിലേക്ക് കൊടുത്തയച്ചു. ആ സോണിയാഗാന്ധിയുടെ മക്കളാണ് മൻമോഹൻ സിംഗിന് വേണ്ടി നിലവിളിക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെ മൃതശരീരം വേണ്ട പോലെ സംസ്കരിക്കാത്തത് അദ്ദേഹം സിഖുകാരനാണെന്ന് ഉള്ള കാരണം കൊണ്ടാണ്. എത്ര പെറ്റിയാണ് ഈ രാഹുൽ ഗാന്ധി. എനിക്ക് ആ മനുഷ്യൻ്റെ സഹതാപമാണ്. ഇതാണോ ഇങ്ങനെയാണോ കണ്ട്. ഇപ്പോൾ അതിന് തിരിച്ചടി കൊടുത്തല്ലോ. പ്രണബ് കുമാർ മുഖർജിക്ക് സ്ഥലം കൊടുത്തോടുകൂടി ബംഗാളികൾക്ക് കാര്യം മനസ്സിലായി. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ബി ജെ പിയുടെ തിങ്ക് ടാങ്ക് എവിടെ നിൽക്കുന്നു. രാഹുൽ ഗാന്ധിയെ പിന്നെ ഏതൊരു സിനിമയിലെ ഒരു കഥാപാത്രം പറയുന്നത് പോലെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നേലും വിളിക്കാമായിരുന്നു. ഈ മനുഷ്യൻ്റെ വിഡ്ഢിത്തം കോൺഗ്രസിനെ പരിപൂർണമായ നാശത്തിലെത്തിക്കുകയാണ്. പക്ഷേ എങ്കിലും കോൺഗ്രസ് നിൽക്കും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണക്ക് കൂട്ടുന്നത്, അവിടെ ഇപ്പോൾ മത്സരം നടക്കുന്നത് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയുമായിട്ടാണ്. കോൺഗ്രസിന് സ്പേസ് കൊടുത്താൽ പിന്നീട് ആം ആദ്മി പാർട്ടിക്ക് ഒരു സ്പേസ് കിട്ടത്തില്ല. ഇപ്പം ഇന്ത്യ മുന്നണി സഖ്യത്തിനകത്ത് നിന്ന് ആം ആദ്മി അകന്ന് നിൽക്കുകയാണ്. ഏതാണ്ട് അവർ വിട്ടുകഴിഞ്ഞു. അപ്പോൾ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മിയുടെ ശത്രു ബി ജെ പി അല്ല, ആം ആദ്മിയുടെ ശത്രു കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ സ്പേസിലാണ് ആം ആദ്മി പാർട്ടിക്ക് നിൽക്കേണ്ടത്. ബി ജെ പിയുടെ സ്പേസ് അല്ല. ബി ജെ പിയുടെ സ്പേസ് അവർക്ക് കിട്ടില്ല, അതവർക്കറിയാം. അവർ നേരെ കോൺഗ്രസിൻ്റെ സ്പേസാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, തന്ത്രശാലിയായ അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസിനകത്തെ പിന്നെ നേതാക്കന്മാർ ജയറാം രമേശ്, അങ്ങനെ കുറേ KC വേണുഗോപാൽ, ഇവരൊന്നും 100 വിഡ്ഢികൾ ചേർന്നാൽ ഒരു ബുദ്ധിമാന് സമമാകത്തില്ലല്ലോ. കേജ്രിവാൾ വളരെ ബുദ്ധിയുള്ള ആളാണ്. അയാൾക്ക് തന്ത്രങ്ങൾ അറിയാം. പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അത് വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നതിൽ പ്രധാന പ്രതിപക്ഷമായിട്ട് തന്നെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നിൽക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.